അപ്പൊ എ യൂണിയൻ ബി എന്താ കിട്ടിയത്? എ കിട്ടി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇത്. ഇവിടെ ഒരു പ്രോപ്പർട്ടി എന്താന്ന് പറയാമോ ഇതിന്ന്? ഇവിടെ ബി എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ്? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ അല്ലെ? അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അതൊന്ന് എഴുതി വെച്ചു. ബി ഈസ് സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, അപ്പൊ നമ്മളിനി വെൻ ഡയഗ്രത്തിലോട്ട് വരുമ്പോ യൂണിയൻ എടുക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ് അല്ലെ? എ എന്ന് പറയുന്നത് ഈ സെറ്റ്. അപ്പൊ കോമൺ എലമെന്റ്സ് ഇതിനകത്ത് ഉണ്ട് അല്ലെ? അതുകൊണ്ട് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കണം. അപ്പൊ എ ഇത്, ബി ഇത്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോ എങ്ങനെ വരും? ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും ഫുള്ള് വരും അല്ലെ? ഈ ഒരു ഇത് മൊത്തമാണ് എന്ത്? എ യൂണിയൻ ബി. അപ്പൊ എലമെന്റ്സ് എഴുതുമ്പോ എ ഇന്റർസെക്ഷൻ ബി എവിടെ എഴുതണം നമ്മള്? നടുക്ക് ഇ ഐ ഒ. ബാക്കി എലമെന്റ്സ് നിങ്ങൾ ബാക്കി എയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാന്നുള്ള ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം എയും യു ഇവിടെ തന്നെയല്ലേ വരുന്നത് കേട്ടോ. അപ്പൊ യൂണിയൻ എന്ന് പറയുന്നത് ഈ രണ്ട് എയും ബിയും ഷെയർ ചെയ്ത പോർഷൻ ആണ്. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? നടുക്കത്തെ പോർഷൻ മാത്രം. ഈ രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരക്കാം? അതായത് കോമൺ എലമെന്റ്സ് ഒന്നുമില്ല രണ്ടുപേർക്കും. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഒരു സെറ്റ് നമുക്ക് എ ഇങ്ങനെ വരയ്ക്കാം, അടുത്ത സെറ്റ് എന്താ? ബി. ഇത് ഏത് കേസിൽ മാത്രമേ വരയ്ക്കാൻ പറ്റൂ? ഡിസ്ജോയിന്റ് സെറ്റുകളാണെങ്കിൽ, കോമൺ എലമെന്റ്സ് ഒന്നുമില്ലെങ്കിൽ. ഇനി അടുത്തൊന്നിരിക്കെ പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇന്റർസെക്ഷൻ അല്ല, പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ. അത് എഴുതിയായിരുന്നേ? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയനെ പറഞ്ഞായിരുന്നു അത്. അപ്പൊ ഇന്റർസെക്ഷന്റെ പ്രോപ്പർട്ടി അല്ലേ എഴുതാത്തത്? അടുത്ത എഴുതിക്കോ, പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ. ഈ എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ? എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ ആണ്. അത് കറക്റ്റാണല്ലോ. കണക്ട് ആയില്ലേ മൈക്ക്? നോക്കിയൊന്ന് വീലായിട്ടില്ലേ? അതെന്താണാവും? എന്തോ ഓണായിട്ടില്ലേ? അന്ന് എടുത്തു നോക്കിയടാ. ഈ മൈക്കിന് എന്തോ കുഴപ്പമില്ല.